5 വർഷത്തിന് ശേഷമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടാനായിട്ട് വിവരാവകാശ കമ്മീഷനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണം കാണുന്നത്. ഈ തീരുമാനത്തെ എങ്ങനെ കാണും? ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത കാലം മുതൽ എന്നെപ്പോലുള്ളവർ പറയുന്നത് പുറത്തു വിടണം എന്ന് തന്നെയായിരുന്നു. കാരണം അതിലെന്താണ്, 1 കോടി രൂപയോളം സർക്കാർ മുടക്കിയൊരു റിപ്പോർട്ടുണ്ടാക്കി. ഞാനും ആ കമ്മീഷന് 3 പ്രാവശ്യം ജസ്റ്റിസ് ഹേമ വിളിച്ചിട്ട് പോയിരുന്നയാളാണ്. ആരെങ്കിലും ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള വ്യക്തി വിദ്വേഷം തീർക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി. പക്ഷേ ഈ റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് ഇടപെട്ട സർക്കാരിന്, ആ സാംസ്കാരിക വകുപ്പിന് പൂർണ്ണമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ആ റിപ്പോർട്ടിൻ്റെ പഠിച്ചിട്ട് അതിനകത്തെ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ പഠിച്ചിട്ട് അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമായിരുന്നു. അതുണ്ടായിട്ടില്ല. എന്തോ ഒരു ആൾക്കാരുടെ മുന്നിൽ ഒരു ഷോ കാണിക്കുന്ന രീതിയിൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഉണ്ടാക്കിയവർ ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ 3 പേര്. ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ഒരു മൊണോപ്പൊളി വെച്ചിട്ട്, ഹൈറാർക്കി വെച്ചിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പടം ചെയ്യിക്കാൻ അനുവദിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. അതിന് ചിലപ്പം മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പോലും ഇവിടെ അതിനൊരു പുതുമയാർന്ന ഒരു നിയമ സംവിധാനമായിരുന്നേനെ. പക്ഷേ നടന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അക്കാഡമിയോട് അതിൻ്റെ ഒരു മധ്യസ്ഥനായിട്ട് നിന്നിട്ട് എന്തൊക്കെ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ ചലച്ചിത്ര അക്കാദമിയൊന്നും അങ്ങനെ ഒരു നിഷ്പക്ഷ സംഭവമല്ലെന്ന് അതിനകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ അതിനകത്ത് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് പുറത്തുവിടാനായിട്ടിപ്പോൾ വിവരാവകാശ കമ്മീഷൻ കൊടുത്ത ഈ വിധിയോട് ഭയങ്കര സന്തോഷമാണ്. വെളിവരട്ടെ, ഇതിലും വലിയ സംഭവങ്ങൾ വന്നിട്ട് അതിന് മറുപടി പറയട്ടെ അത്തരം ആൾക്കാർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലുള്ള പ്രധാന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ വിവരാവകാശ സർക്കാരിന് കൊടുത്ത് അത് റിജക്റ്റ് ചെയ്തിട്ട് വിവരാവകാശ കമ്മീഷനിൽ പോകേണ്ടി വന്നു. 5 വർഷമായി. എന്തിനാണ് ഇങ്ങനെ സർക്കാർ ഭയക്കുന്നത്? അല്ലെങ്കിൽ ഇത് പുറത്തു വിടാതിരിക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം? സർക്കാരിന് എന്താണ് താല്പര്യമെന്ന് അവരോട് തന്നെ ചോദിക്കണം. ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ സജി ചെറിയാൻ ഉത്തരം പറയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും മലയാള സിനിമയിൽ അങ്ങനെ വലിയ ദിവ്യന്മാരോ ആൾദൈവങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇവർ ഭയക്കാൻ. ഭയങ്കര വോട്ട് ബാങ്കോ എല്ലാം ഉണ്ടോ എനിക്കറിയില്ല. എനിവേ, ഈ ഒരു തീരുമാനത്തിന് ശേഷമെങ്കിലും സാംസ്കാരിക വകുപ്പ് കുറച്ചുകൂടി നിഷ്പക്ഷമായ ഒരു നിലപാടെടുത്ത് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ റിപ്പോർട്ടിൻ്റെ ഒരു അന്തസത്ത പോലും വെളിയിൽ വിടാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോൾ സർക്കാരിന് ആത്മാർത്ഥമായ ഒരു ചിന്തയില്ല, അല്ലെ സർക്കാർ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് വിളിച്ചു കളിക്കുകയോ കൂട്ടു നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.